നമ്മുടെ നാട്ടിലെ കേരളോത്സവമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വേദിയിൽ നമുക്ക് എന്താ വെച്ചാൽ ആർട്സിനും സ്പോർട്സിനും എല്ലാവിധ പരിപാടികൾക്കും നമുക്ക് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ അമ്മും പിന്നെ അതേമാതിരി നമ്മളെ ഏട്ടൻ്റെ മക്കൾ പിന്നെ കൂട്ടുകാരൻ്റെ വൈഫ് അങ്ങനെ കുറേ ആൾക്കാർ കേട്ടോ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏടത്തിയമ്മ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ. എല്ലാവരും ഏടത്തിയമ്മൻ്റെ മോള് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഉഷാറായിട്ട് തിരുവാതിര കളിക്കാനുണ്ടായിരുന്നു. പിന്നെ സ്പോർട്സിന് പിന്നെ വൈഫ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുവിധം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പരിപാടികൾക്ക്. അങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നത്. എന്താ വെച്ചാൽ കുറ്റിപ്പാല സ്കൂളിലാട്ടോ, കുറ്റിപ്പാല GLP സ്കൂള് വെച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മളെ കുറുക്കോളിൽ നിന്ന് പോണ റോട്ടിലുള്ളൊരു സ്കൂളാണ് കേട്ടോ. ആ സ്കൂളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പരിപാടി കേരളോത്സവം നടക്കുന്നത് കേട്ടോ. ഇത് ആർട്സ് ലെവലിലുള്ള പരിപാടികളൊക്കെ. സ്പോർട്സ് ഇപ്പോൾ നമ്മുടെ MSP ഗ്രൗണ്ടിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നല്ല ഷാറായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇവർ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ട് കേരളോത്സവത്തിൻ്റെ വേദിയല്ല കേട്ടോ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ മുന്നോടിയായിട്ട് നമ്മൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ, ഒന്നും കൂടെ ഒരു ഉറപ്പ് വരുത്തുമല്ലോ. നമ്മൾ രാവിലെ ഏതാണ്ട് ഒരു 10 മണിയൊക്കെ ആവാൻ നേരത്തെ ഒരുങ്ങി ഡ്രസ്സ് ചെയ്ത് നിന്നാട്ടത്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് മത്സരം എപ്പോഴാണിതൊന്നും അറിയാൻ കഴിയില്ലല്ലോ. അങ്ങനെ എന്താ വെച്ചാൽ ആ ടൈം ഒരുപാട് നേരം പോയി നമ്മളവിടെ ഒരു ചാനലുള്ള പ്രദേശമാണ്. അപ്പോൾ അതിലൊക്കെയാണ് ഇവർ പ്രാക്ടീസ് ചെയ്ത് കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത്. പാടാൻ 2 കുട്ടികളുണ്ടായിരുന്നു, പിന്നെ കളിക്കാൻ ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പാട്ടിൻ്റെ ഒരു ഇത് ഭയങ്കര കേട്ടോ അവിടെ. എന്താ വെച്ചാൽ നല്ലൊരു ഉഷാറായിട്ട് ഈ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലെവലായതുകൊണ്ടാണ് നമ്മളും ഇതിൽ ഇടാത്തത്. അപ്പോൾ അവർ ഈ ഓരോ ഇതൊക്കെ ഉപയോഗിക്കണോണ്ട് അപ്പോൾ പാട്ട് മൊബൈലിലിട്ടാണ്ട് പാട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കണമുണ്ട്, പിന്നെ അവർ പാടണമുണ്ട്. പിന്നെ ഒരു മറ്റേ ഇതൊക്കെ ഇലത്താളമൊക്കെ കൊട്ടുന്നിട്ട് ഇടയ്ക്കുക. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഒരു കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇതിലിടാത്ത ഇട്ടത്. വോയിസ് വലിച്ചിട്ട് ഇതാക്കിയതാട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാൻ കഴിയില്ലല്ലോ ഇത് എങ്ങനെയാണ് കോപ്പിറൈറ്റ് വരില്ല എന്നുള്ളതൊന്നും അറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും പരിപാടി നമ്മൾ ഉദ്ദേശിച്ചതിലും അപ്പുറം സെറ്റ് ആയിക്കുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഓരോരോ പരിപാടികളും ബാക്കിയുള്ള ഓരോരോ പരിപാടികളും ഇങ്ങനെ ഒന്ന് പാസ് ചെയ്യട്ടെ. അതിങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഓരോരോ. ഇതിപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യാട്ടോ വീട്ടിൽ നിന്ന്. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഉഷാറായിട്ട് കളിക്കേണ്ടത് ഇതേ ഒരു കളി തന്നെയാണ് അവിടെയും കളിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇവർക്ക്. അത്രയും സന്തോഷത്തോടു കൂടി കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ പോണത്. ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടൻ്റെ വീട് നേരെ ഫ്രണ്ടേജ് ആയിട്ടുണ്ട്. ഇത് ഈ സ്റ്റൂളിട്ടിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുന്ന സ്ഥലം. കാരണം ഇവിടെ തന്നെയാണ് ഇവർ പഠിച്ചത്. ആ ഒരു 3 ദിവസത്തെ ട്രെയിനിങ് ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. ആകെ 3 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് ഇപ്പോൾ ഇവർ ഇത്രയും മനോഹരമായിട്ട് ഇവർക്ക് കളിക്കാൻ കഴിഞ്ഞത് കേട്ടോ. അല്ലാതെ മാസങ്ങളോളം മുൻനിർത്തിയാണ് പറഞ്ഞതോ അല്ല അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ആകെ വെറും 3 ദിവസം മാത്രമേ അവർക്ക് മുന്നിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടും ഇവർ അത്രയും മനോഹരമായിട്ട് കളിക്കാൻ തയ്യാറാണ്. പിന്നെ കളിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ പോലും ഇതിൽ ഒക്കെ തെറ്റിക്കലോ ഒന്നുമില്ല കേട്ടോ. നല്ല കണ്ടീഷനായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഇവർ. കാരണം ഇതൊരു വേദിയല്ല, ഒരു പൊതുസഭയിൽ കളിക്കാനുള്ളതായത് അത്രയും ആളുകളൊക്കെ ഉള്ളൊരു സഭയ്ക്ക് പോകാനുള്ളതായതുകൊണ്ട് ഒന്നും കൂടി ബെറ്ററായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി ബാക്കിയുള്ള ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഏതായാലും ബാക്കിയുള്ള വീഡിയോയ്ക്ക് വരാം നമുക്ക്. ഇവിടുന്ന് 2 വണ്ടിക്കാട്ടോ പോയത്. അപ്പോൾ ഞാൻ കാർ എടുത്തിരുന്നു, മുന്നിൽ ബഷീർ ജീപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് മെയിൻ റോഡ് വഴി ചെട്ടിയങ്ങാറ് വഴി നേരെ പോയിക്കൊണ്ടേയിരിക്കുകയായിട്ടാണ്. അപ്പോൾ നമ്മളെ സ്കൂളാണത് AMLP സ്കൂൾ കുറ്റിപ്പാല കേട്ടോ. കുറ്റിപ്പാല സ്കൂളിൽ വെച്ചിട്ട് തന്നെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നല്ല ഷാറായിട്ട് നല്ല വൃത്തിയിൽ കാര്യങ്ങളൊക്കെ. സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കുട്ടികൾക്ക് ആകർഷിക്കാനുള്ള ഓരോരോ ചിത്രങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോഷൂട്ട്, ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടോ എല്ലാവരും കൂടെ. അങ്ങനെ എനിക്ക് ആദ്യമോന് പ്രതീക്ഷിക്കാതെ അവിടെ നിന്ന് ഞാൻ അവനെ തിരഞ്ഞു നോക്കിയിട്ട് കാണാതായപ്പോൾ അപ്പുറത്തൊരു ഇതുണ്ടായി കുട്ടികൾ ഇരുന്ന് ആടിനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ കുട്ടികളൊപ്പം പെൺകുട്ടികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അവരൊപ്പം പോയിട്ട് ഇതിങ്ങനെ ആടി കളിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ എല്ലാ വശത്തും കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോരോ സംഗതികളുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്നുള്ള എല്ലാ വശത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ അവനെ തിരഞ്ഞെടുത്തിട്ട് കാണാതാകുമ്പോഴൊക്കെ അവധേയം ഒരു അയിമ പോയി ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനത്തെ വെച്ചാൽ നമുക്ക് പിന്നെ മൂഡ് ഇതൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അവന് കളിക്കാനുള്ള ആനറ്റ് വന്നുകൊണ്ട് അവിടെ നിൽക്കുന്നു കേട്ടോ. പക്ഷെ ആന വേണ്ട, അവൻ അയിമ തന്നെ പോയി കളിച്ചാൽ മതി, ഊഞ്ഞാലമ്മ തന്നെ കളിച്ചാൽ മതി എന്നുള്ളൊരു കണ്ടീഷനിൽ അവിടെ നിന്നിട്ട് കൂക്കം കച്ചറയിട്ടാണ്. കാരണം ആൾക്ക് വിശന്ന് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ്, ഒന്ന് വിശന്ന് കഴിഞ്ഞാലും പിന്നെ പറയും വേണ്ടല്ലോ ആളെ. ഇപ്പോൾ നമ്മുടെ ബാക്കിൽ കണ്ട നമ്മുടെ ഒരു കൂട്ടുകാരൻ അയൽവാസിയൊക്കെ ഇട്ടാ, നമ്മളെ ക്ലബ്ബിലുള്ള മെമ്പർഷിപ്പ് മെമ്പറാണ്, എല്ലാവരും ഉണ്ട് കേട്ടോ അതിൽ. അങ്ങനെ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏതാണ്ട് തുടങ്ങാനായി. ഒരുപാട് പ്രതീക്ഷകളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ്. നമ്മളെ ഏട്ടൻ്റെ മോളാണത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പരിപാടിയോട് തുടങ്ങാനുള്ള. അപ്പോൾ ഈ ആദ്യം വന്ന ടീം എന്ന് പറയുന്നത് ഒരു കഞ്ഞിക്കുഴുങ്ങര ഭാഗത്തുള്ള കേട്ടോ. ഇത് രണ്ടാമതാണ് നമ്മളെ ടീം വരുന്നത് കേട്ടോ. നമ്മളെ ടീമിനിപ്പോൾ വേദിയൊക്കെ ഏതാണ്ട് ലെവലായിട്ട് നമ്മൾ ആദ്യം വന്ന വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ടീമിൻ്റെ സെറ്റായിട്ടോ. അപ്പോൾ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ നമ്മളെ വേദി നമുക്ക് ഇരിക്കാൻ കിട്ടിയൊരു സ്പേസ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്പേസ് വീഡിയോ എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കാരണം നിന്നെടുക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല, ആളുകളൊക്കെ ഉണ്ടായപ്പോഴും. അങ്ങനെ ഞാൻ അപ്പുറത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ മുന്നിൽ ആ സ്പീക്കറിൻ്റെ ബോക്സ് ഉണ്ടായത് കാരണം എനിക്ക് കൂടുതലായിട്ട് വ്യക്തതയോടുകൂടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഇത്രയേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ശ്രമിച്ചു നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ കഴിയാത്തത്. പിന്നെ ഏതായാലും നമ്മൾ തിരുവാതിര ഏതായാലും സെറ്റായി കേട്ടോ. നല്ല ഉഷാറായിട്ടുണ്ട്. ആരും ഒരു പാളിച്ചയോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയത് എന്താ വെച്ചാൽ സെക്കൻഡ് പ്രൈസും എ ഗ്രേഡും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് മത്സരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ വിജയം എന്നുള്ളതല്ലേ നമ്മളൊക്കെ മുൻകണക്കൂട്ടൽ. അപ്പോൾ അതേതായാലും സെറ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിലും ബെറ്ററായിട്ട് ഇതിൽ കളിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് കളിച്ചതായതുകൊണ്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടെ ഇപ്പോൾ ഒരു ടീം 1 മാസം മുന്നേ കളിച്ചിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങി പോയിട്ടുള്ളത് കേട്ടോ. എ ഗ്രേഡും ഫസ്റ്റ് പ്രൈസും വാങ്ങിയത് 1 മാസം മുന്നേ ട്രെയിനിങ് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ അവർ കളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ 3 ദിവസം കൊണ്ട് എത്രത്തോളം കാട്ടിക്കൂട്ടാൻ പറ്റും. 1 മാസം മുന്നേ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവരത്തിലേക്കാളും മുന്നിൽ ഇവർ എത്തുന്നുള്ളത് 100% നമുക്ക് ഉറപ്പ് വരും കേട്ടോ. അപ്പം നമ്മൾ എന്ത് തന്നെയാലും ഒരു മത്സരം പങ്കെടുക്കുക എന്നുള്ളതിലുള്ളൂ നമ്മളെ മുന്നിലുള്ളൊരിത്. നമ്മൾ പങ്കെടുക്കാത്തതിനോളം വലുതോളം വേറൊന്നുമില്ലല്ലോ. പങ്കെടുത്തു, ഞങ്ങൾ സെക്കൻഡ് പ്രൈസും എ ഗ്രേഡും നേടി. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ ബെറ്ററായിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ നല്ല ഉഷാറായിട്ട് കളിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് ബെറ്ററായിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഒരാൾ പോലും വ്യത്യസ്തമായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ട് തെറ്റിച്ചിട്ടോ ഒന്നും കളിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ചെറിയൊരു അപാകത ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ജഡ്ജസ് കാണാതിരിക്കില്ലല്ലോ. എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ളൊരു അപാകത അതെന്തെങ്കിലും വന്നിട്ടുണ്ടാവും എന്നിരിക്കുന്ന. ആകെ 3 ടീമാണ് അവിടെ തിരുവാതിര കളിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടീമിൻ്റെ എന്താ വെച്ചാൽ അവർ കോപ്പിറൈറ്റ് സോങ്ങൊക്കെ യൂസ് ചെയ്ത്, അപ്പം മൊത്തത്തിൽ അവർക്കൊരു ഇത് വന്നിട്ടാണ്. പാട്ടൊക്കെ ഇത് വെച്ച് തന്നെ നമ്മൾ ടാപ്പ് റിക്കാർഡിൽ വെച്ചിട്ടായിരുന്നു അവർ കളിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരാജയം എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ അവർക്ക് ഫസ്റ്റ് കളിച്ച ടീമിൻ്റെ മിസ്സായി. രണ്ടാമത് ഇവരാണ് കളിച്ചത്. അങ്ങനെ ഇവർക്കാണ് സെക്കൻഡ്. ഫസ്റ്റ് പ്രൈസ് പിന്നെ കൊണ്ടുപോയത് 3ാമത് കളിച്ച ടീമാട്ടാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പങ്കെടുത്തു, സന്തോഷമായിട്ട് പരിപാടികൾ മുന്നേറി. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കി, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്.
നമ്മുടെ ടീമിൻ്റെ തിരുവാതിര ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങിയിട്ടാണ്, ഫൈനൽ സ്റ്റേജ് ആയി തുടങ്ങിയിട്ടാണ്. കാരണം 7 മിനിറ്റോളം വരുന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ടീം കളിച്ചിട്ടുള്ള തിരുവാതിര. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ പരിപാടി സമയം ഏതാണ്ട് പരിമിതിയായി. അങ്ങനെ അവരെ സ്റ്റേജിൽ കർത്തരശീല വീണു കേട്ടോ. അങ്ങനെ ഇരിക്കുക അവർ അടുത്ത ടീമിൻ്റെ തിരുവാതിര ഫസ്റ്റ് പ്രൈസ് വാങ്ങിയ തിരുവാതിരൻ്റെ കളിയാട്ടോ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും നമ്മളെ ടീം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനേക്കാൾ ബെറ്റർ ആണോ അല്ലെങ്കിൽ നമ്മൾ കളിച്ച ലെവലിൽ തന്നെയാണോ എന്നുള്ളത് അവർ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ ചെട്ടിയങ്ങണർ വന്നു മായുധ ഹോട്ടലിൽ വന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം മോന് പലതും വേണം എന്ന് പറയണ്ടേ, എന്നിരുന്നാലും ഒക്കെ ഓരോന്നോരോ ഭക്ഷണം ചോറ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ എൻ്റെ കൂടെ അവിടെ ഉള്ളത് അടുത്ത് വൈഫിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് നമ്മളെ അയൽവാസി കേട്ടോ, നമ്മുടെ ക്ലബ്ബത്തെ മെമ്പറാണ്, നമ്മളെ കൂട്ടുകാരനൊക്കെ കൂടി നമ്മളെ അയൽവാസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ ഓരോരുത്തർ ബിരിയാണി പറഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ മണ്ഡല മാസം ആയത് കാരണം കുറേ ആൾക്കാർ വെജിറ്റേറിയൻ ആയിട്ടാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് പിന്നെ മണ്ഡല മാസമൊക്കെ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് അപ്പം നമ്മൾ ബിരിയാണി കഴിച്ചിട്ടോ. മറ്റുള്ളവരൊക്കെ വെജിറ്റേറിയൻ ആയിട്ടും കഴിച്ചവരുണ്ട്, പിന്നെ ബിരിയാണി കഴിച്ചവരുണ്ട്, പലതും പല ലെവലാണ്. ഇത് നമ്മുടെ നാസറാക്കേട്ടാ, നമ്മളെ സ്വന്തം മായുധ ഹോട്ടലിലത്തെ താരാണ്, നമ്മളെ സ്വന്തം ആളാണ്. അങ്ങനെ എല്ലാവർക്കും സെവനപ്പും കാര്യങ്ങളൊക്കെ അവസാന ഭക്ഷണം കഴിച്ചതിന് ശേഷം അതും കഴിച്ചിട്ടോ. അങ്ങനെ സെറ്റായി. അപ്പം ഞാൻ എല്ലാ സെവനപ്പ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടിൽ അവസാനം അവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ എടുക്കും കേട്ടോ. അങ്ങനെ അതെടുത്ത് ഞങ്ങൾ നേരെ വന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ നമ്മുടെ വേദിക്ക് ഒന്നും കൂടി വന്ന് നോക്കി. കലോത്സവ വേദിയിൽ വന്നപ്പോൾ നമ്മുടെ ചാർലി ഏട്ടൻ്റെ മോള് നല്ല സൂപ്പറായിട്ട് നാടോടി നൃത്തം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷയിൽ ഈ കുട്ടി യൂട്യൂബിൽ നോക്കിയിട്ടാണ് 3 ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിലേറെ അത്ഭുതമായി. കാരണം അത്രയും സൂപ്പറായിട്ട് 3 ദിവസം കൊണ്ട് ഒരാൾ യൂട്യൂബിൽ നോക്കി പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ആ കുട്ടിക്കൊക്കെ നല്ലതായ പ്രാക്ടീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എവിടെ എത്തും, എങ്ങനെ പഠിക്കേണ്ട ഒരാളാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ അതല്ല നമ്മളെ സംഭവം. അപ്പോൾ ഏതായാലും നമ്മൾ കേരളോത്സവത്തിൻ്റെ വീഡിയോ ഇത്രത്തിനുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതായാലും തുടർന്ന് ഓരോ വീഡിയോകൾ ഞങ്ങളെ ലൈവുകളൊക്കെ ഓരോ ദിവസങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വരിക, നമ്മൾ ലൈവിൻ്റെ മെസ്സേജ് വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്, മറക്കല്ലേ.